ഹേ ഗൈസ്, ഇന്ന് ചേച്ചിയുടെ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് ബുധവാരയിലുള്ള സെർലിൻ ഡിസൈൻസിലേക്കാണ്. ചേച്ചിയുടെ വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഡ്രസ്സുകളും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഹൽദിയുടെ ആണെങ്കിലും ബെട്രോതലിൻ്റെ ആണെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ അന്നത്തെ പോലും ഡ്രസ്സുകൾ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പോയി അവിടെ പോയി മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ തൃശ്ശൂർക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. ഹൽദിയുടെയും ബെട്രോതലിൻ്റെയും ഓർണമെൻറ്റ്സ് നോക്കാനാണ് ഇന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു വെഡ്ഡിങ് കൂടി അന്നേ ദിവസം ഉണ്ടായിരുന്നു, ഈവനിങ്. അപ്പോൾ അതിനുള്ള ഓർണമെൻറ്റ്സ് നോക്കണമായിരുന്നു. നമ്മൾ തൃശ്ശൂരുള്ള ബെല്ലാമരിയയിലാണ് ഇതൊക്കെ നോക്കാനായിട്ട് എത്തിയത്. എല്ലാത്തിനും അടിപൊളി കളക്ഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. ഇയറിങ്സും അതുപോലെ തന്നെ ചെയിനും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത്. ബെട്രോതലിനും അതുപോലെ ഹൽദിക്കുള്ള എടുക്കാനായിട്ട് പറ്റിയില്ല. അന്ന് ഇച്ചിരി സമയപരിമിതികൾ കൊണ്ട് ചേച്ചിക്ക് അന്ന് പോകാനുള്ള കല്യാണത്തിൻ്റെ ഓർണമെൻറ്റ്സ് മാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇറങ്ങി. അടുത്ത പ്ലാൻ നമുക്ക് ഫുഡ് കഴിക്കാനായിരുന്നു. എന്തായാലും ബെട്രോതലിൻ്റെയും ഹൽദിയുടെയും ഓർണമെൻറ്റ്സ് എടുക്കുന്ന പ്ലാൻ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ വേറൊരു ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആരാധന ഹോട്ടലാണ് എത്തിയത്. നല്ലൊരു സദ്യ പറഞ്ഞു, ഉഷാർ സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും വളരെ ആസ്വദിച്ച് കഴിച്ചായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ഒരു വഴി പോവുകയാണെങ്കിൽ ആ ഒരു ഹോട്ടലിൽ കയറുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അടിപൊളിയാണ് അവിടുത്തെ സദ്യ. ചേച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. ഓക്കെ, ദെൻ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ബൈ.